വലിയ തിരിച്ചടിയാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എസ് രഞ്ജിത്തിലേക്ക് പോകുന്നു. രഞ്ജിത്ത്, നേരത്തെ ഗൾഫ് മേഖലയിൽ പലയിടത്തു നിന്നുള്ള ആക്രമണത്തിന്റെ വാർത്തകൾ വരുമ്പോൾ ദുബായിൽ പൊതുവെ സമാധാനപരമായ ജീവിതം എന്നാണ് അറിഞ്ഞിരുന്നത്. പക്ഷേ അവിടെയും സ്ഫോടന ശബ്ദം കേട്ടു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരികയാണല്ലോ. എന്താണ്, ഏത് ഭാഗത്താണ് ഈ സ്ഫോടന ശബ്ദം ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും സ്മൃതി, ഇവിടെ ജനജീവിതം സാധാരണ നിലയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലാണ് വീണ്ടും ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ദുബൈയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടന ശബ്ദം കേട്ടു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇതിൽ പ്രധാനമായും ജബലലി മേഖലയാണ്. ജബലലിയിൽ കഴിഞ്ഞ ദിവസവും ആക്രമണം ഉണ്ടായിരുന്നു. അത് UAE ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അവിടെ വലിയ തോതിലുള്ള സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് അവിടെയുള്ള ആളുകൾ നമ്മളെ വിളിച്ചറിയിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളടക്കം അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ഇന്റർനെറ്റ് സിറ്റിയാണ്. ഇന്റർനെറ്റ് സിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ, വിവിധ രാജ്യക്കാരായ ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. അവിടെയും വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണത്തിന് ശ്രമമുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയും അല്പസമയം മുമ്പ് വലിയ തോതിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. വലിയ ശബ്ദമാണ് കേട്ടത് എന്ന് അവിടെയുള്ള താമസക്കാർ നമ്മളെ വിളിച്ച് അറിയിക്കുകയാണ്. ഒപ്പം തന്നെ അബുദാബി അൽസലാം നാവികതാവളത്തിലെ വെയർഹൌസിന് നേരെയുണ്ടായ ആക്രമണം ഇപ്പോൾ UAE ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ അൽസലാം നാവികതാവളത്തിലെ വെയർഹൌസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 കണ്ടെയ്നറുകൾക്ക് തീപിടിച്ചു എന്ന് UAE വ്യക്തമാക്കുന്നു. എന്നാൽ ഈ ആക്രമണത്തെ ശക്തമായി ചെറുക്കാൻ സാധിച്ചു എന്നും UAE പറയുകയാണ്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആൾനാശമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ തോതിലുള്ള നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല എന്നുകൂടി UAE വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലെയുള്ള കടന്നുകയറ്റമാണ് ഇറാൻ നടത്തുന്നത് എന്ന ശക്തമായൊരു പ്രതികരണം കൂടി UAE ഭരണകൂടം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുകയാണ്. എന്തായാലും ആശങ്കപ്പെടുത്തുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ്. പക്ഷേ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ദുബായ് അടക്കമുള്ള വിവിധ സ്ഥലങ്ങൾ ഇപ്പോൾ സാധാരണ നിലയിലേക്ക് ജീവിതം, അവരുടെ ഒരു സാധാരണ നിലയിലേക്ക് ഇവിടുത്തെ ജീവിതം മാറുന്ന ഒരു സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നു. വലിയ തോതിലുള്ള ഒരു ജനത്തിരക്ക് എവിടെയും കാണാൻ കഴിയുന്നില്ല എങ്കിലും ആളുകളൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്, കടകളിൽ പോകുന്നുണ്ട്, സാധനം വാങ്ങുന്നുണ്ട്. ഒപ്പം തന്നെ റോഡുകളിലും വാഹനങ്ങളിൽ യാത്രക്കാർ സഞ്ചരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ പുറത്തു വരുന്നത്. മറ്റൊന്ന്, ബഹ്റിനിൽ ഇപ്പോഴും ആക്രമണം തുടരുന്നു എന്ന വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. ബഹ്റിനിൽ പ്രധാനമായും ജുബൈൽ മേഖലയിൽ, അതായത് US-ന്റെ സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന ആ മേഖല കേന്ദ്രീകരിച്ചാണ് ഇന്ന് പുലർച്ചെ മുതൽ ഇറാൻ ശക്തമായ ഡ്രോൺ ആക്രമണം നടത്തുന്നത്. ഈ ആക്രമണത്തെ ശക്തമായി ചെറുക്കാൻ കഴിഞ്ഞു എന്ന് ബഹ്റിൻ ഭരണകൂടവും അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ബഹ്റിനെ സംബന്ധിച്ച് ജനവാസ മേഖലയല്ല ഇറാൻ കേന്ദ്രീകരിക്കുന്നത് എന്നത് ആശ്വാസകരമായ ഒരു വാർത്തയാണ്. പക്ഷേ ദുബൈയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വാർത്ത, ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്റർനെറ്റ് സിറ്റി എന്ന് പറയുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. അവിടെ വലിയ തോതിലുള്ള സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് ജനങ്ങൾ പറയുന്നത്. ശരി.